ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇത് ഞാൻ വന്നിരിക്കുന്നത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂയം എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇഡ്ലിക്ക് ദോശയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. നമുക്ക് മിക്സിയിൽ അത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 4 മണിക്കൂർ നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര പാനിയിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ഒന്ന് ടൈറ്റായി വരണം ശർക്കര പാനി. അതിനുശേഷം നമുക്ക് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ദേ ഇപ്പം നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നാളികേരം ചിരണ്ടിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തമിഴ്നാട് ഭാഗത്തൊക്കെ ഇതിന് നാളികേരം ചിരണ്ടിയതിനൊപ്പം തന്നെ കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ നാളികേരം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ നാളികേരത്തിനുള്ളിലുള്ള വാട്ടർ കണ്ടന്റ് പോകുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് നമുക്ക് ബോളാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അധികം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അത് അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം നമ്മുടെ ബാറ്റർ. അപ്പോൾ അത് ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂയി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബാറ്ററിയിലേക്ക് ഓരോ ബോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ ബാറ്റർ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം വെക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സൂയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്